ഹായ് ഓൾ, ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നലത്തെ എപ്പിസോഡിൽ ഒരു എവിക്ഷനും അതുപോലെ തന്നെ പുറത്ത് സസ്പെൻഷനിലായിരുന്ന രണ്ടുപേരും പോയിട്ട് വരുകയും ചെയ്തു. അതിൽ കൂടുതലൊന്നും ഇന്ന് പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല. ഇന്നൊരു എവിക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടായേനെ. അല്ലാതെ ഇന്നത്തെ എപ്പിസോഡ് ശരിക്കും ഒരു സമയം കളയൽ പരിപാടിയായിട്ട് മാത്രമാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരെയും സേവാക്കി ഒരു ക്യാപ്റ്റൻസി ടാസ്ക് നടത്തി. ഭയങ്കര ശോകമായിട്ടുള്ള ഒരു ക്യാപ്റ്റൻസി ടാസ്ക്കാണ്. ഒരു സൈക്കിൾ ഓടിക്കുന്ന ടാസ്ക് ആയിരുന്നു അത്. എൻ്റെ പൊന്നോ, ഒന്നും പറയാനില്ല. പിന്നെ ഓരോരുത്തരായിട്ട് ലാലേട്ടൻ സേവ് ആക്കുന്നു, എപ്പിസോഡ് കഴിയുന്നു, ഇത്രേ ഉള്ളൂ. ഏതായാലും നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിനും ഒരു കാര്യം, ഹൗസിലുള്ള ആണുങ്ങളൊക്കെ മൊണ്ണകളാന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ, അതാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സാധനത്തെ പറ്റി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ജിസേലിന് സ്റ്റാർ കൊടുത്ത് അവർ മൊണ്ണകളാണെന്ന് തെളിയിച്ചു എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഇങ്ങനെ ഒരു ഗെയിമില്ലേ, അതായത് പ്രൊവോക്കിംഗ് ആയിട്ട് സംസാരത്തിലൂടെ അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു ഗെയിമിൻ്റെ അകത്ത് ഇത്രയും പേരെ മുമ്പിൽ വെച്ച് ലാലേട്ടൻ അവർ മൊണ്ണകളാണെന്ന് ആ കൂട്ടത്തിലൊരു കണ്ടസ്റ്റൻറ്റ് പറയുന്ന അനുമോൾ പറയുന്ന ഒരു വീഡിയോ കാണിച്ചു കൊടുത്തിട്ട് ഇവർ കൈയും കെട്ടി നോക്കിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അനുമോളും ഇവരെയൊക്കെ മുണ്ണകളാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് അനുമോളെ ട്രിഗർ ചെയ്യാൻ കിട്ടുന്ന ഒരു കാര്യം ജിസേലിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരമാണ് ജിസേലിന് ഒരു സ്റ്റാർ കൊടുക്കുക എന്നുള്ളത്. അത് കൊടുത്തിരിക്കണം. അനുമോൾ അവിടെ ചാടി ചെന്ന് ജിസേലിൻ്റെ അടുത്തേക്ക് ചെന്ന് ഈ ആണുങ്ങൾക്കൊക്കെ അങ്ങനെ ചെല്ലാൻ പറ്റില്ല. അതുകൊണ്ട് അവർ ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി എന്തായാലും ചെയ്തിട്ടുണ്ട്. അത് ചെയ്തത് നന്നായി എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും അനുമോള് കരഞ്ഞോ ഇനിയിപ്പോൾ വേറെ ആക്രമിക്കപ്പെട്ടോ ഒക്കെ മുമ്പോട്ട് പോകാൻ പോണ ആളാന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. മൊണ്ണകളായ ആണുങ്ങൾ അത് കേട്ട് മിണ്ടാതിരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. മിണ്ടാതിരിക്കണം, അതാണ് ശരി എന്നാണെന്നുണ്ടെങ്കിൽ സോറി, അതിൻ്റെ കൂടെ നിൽക്കാൻ വയ്യ. ഇപ്പോൾ അനീഷിൻ്റെ ഗെയിം പണ്ടൊക്കെ കുറേ കണ്ടതാണ്. ആ രീതിയിലൊക്കെ പലരും പറയുന്നുണ്ട്. ഇപ്പോൾ ഈ കരച്ചിൽ പരിപാടി നമ്മൾ എത്ര സീസണിൽ കണ്ടിട്ടുണ്ട്. കരഞ്ഞ് അവസാനങ്ങളിലേക്ക് എത്തുന്ന ഒരുപാട് പേരുണ്ട്. അത് ഇതുവരെ നിർത്താറായില്ലേ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, അനുമോളുടെ മൊണ്ണ ലിസ്റ്റിൽ ഇല്ലാതിരുന്ന ഒരാളാണ് അഭിലാഷും ജിസേലിനെയാണ് സ്റ്റാർ കൊടുത്തത്. അപ്പോൾ അകത്ത് ജിസേലിനെ സപ്പോർട്ട് ചെയ്യുന്നവർ മൊണ്ണകളാണെന്നുണ്ടെങ്കിൽ പുറത്ത് അനുവിനെ സപ്പോർട്ട് ചെയ്യുന്നവർ മൊണ്ണകളാവണ്ടേ? മൊണ്ണകളല്ലേ? അതകത്ത മണ്ണുകൾ, ഇത് പുറത്തെ മണ്ണുകൾ. അപ്പോൾ അതങ്ങനെ തന്നെ പോട്ടെ, അത്രേ ഉള്ളൂ.